എത്രയോ കാലമായി അവിടെ ഈ രാത്രിയാകുമ്പോൾ കുടിയന്മാരാണ് അതിനകത്ത് ഇരിക്കുന്നത്. രാത്രി ഞാൻ ഒരു ദിവസം പെണ്ണുങ്ങളെ കൊണ്ടുപോയപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇത് നമ്മൾ എങ്ങനെ പേടിച്ചാണ് ഇതിലേക്ക് പോകുന്നത്. ഒരു ഉപയോഗവും ആൾക്കാർ 5 ലക്ഷം 5 ലക്ഷം വാച്ച് 6 ലക്ഷം ആയെന്ന് പറഞ്ഞിരിക്കണല്ലാതെ ഒരു ഉപയോഗം ഇവിടെ വച്ചിട്ട് ഈ സ്ഥലം മെനക്കെടുത്തല്ല ഒരു ഉപയോഗം നമുക്കില്ല. നമുക്ക് ആ ചെറിയ ലൈറ്റ് ഉണ്ട് നമ്മളിവിടെ കിടക്കും. ആദ്യം മൊത്തം ഉണ്ടായിരുന്നു, പിന്നെ അതിന് ഓരോന്നില്ലാതെ ഇപ്പൊ അത് ഒട്ടുമില്ല, ഒരു വട്ടം പോലും ഇല്ല. ഇരുട്ടാണ്, മൊത്തത്തിൽ ഇരുട്ടാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. 2 മാസമായപ്പോൾ 2 ലൈറ്റ് അടിച്ചു. അത് പോയ ശേഷം മണിയുടെ പറഞ്ഞാൽ ഇത് വാറണ്ടി ഉള്ളത് മാറ്റുമെന്ന് പറഞ്ഞു. മണിയെന്നെ പോവാന്ന് പറയാനുള്ള ഇത് ഒന്നും ചെയ്തില്ല. ഇപ്പൊ 4 അടിച്ചു പോയി. നമസ്കാരം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് കാട്ടുകുള വാർഡ്. എന്റെ പിന്നിൽ കാണുന്ന ഈ ഹൈമാസ്ക് ലൈറ്റ് ഇല്ലേ, ഇത് നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ MLA ശശി MLA ഉദ്ഘാടനം ചെയ്തൊരു ഹൈമാസ്ക് ലൈറ്റ് ആണ്. ഉദ്ഘാടനം മാത്രമേ നടന്നിട്ടുള്ളൂ. അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തൊരു 3 മാസം കഴിഞ്ഞ് ഇതിന്റെ മിഴി അടഞ്ഞതാണ്. അതിനുശേഷം പിന്നെ ഇത് ഈ നാട്ടിലുള്ള ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രകാശം പരത്തിയിട്ടില്ല. ഞാൻ ബാക്കിയുള്ള വാർഡുകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഈ വാർഡിനെ മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുന്നതൊന്നുമല്ല. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു വലിയൊരു വിഭാഗം സ്ട്രീറ്റ് ലൈറ്റുകളും ഇരുണ്ട് തന്നെയാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജംഗ്ഷൻ മാത്രം എന്തുകൊണ്ട് എടുത്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഒരു 7 മണി 8 മണി സമയം വരെയൊക്കെ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ജംഗ്ഷനെ ആശ്രയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബസ് സ്റ്റോപ്പാണിത്. കൊല്ലമ്പുഴ ആറ്റിങ്ങിലേക്ക് പോകുന്ന റോഡാണിത്. തിരിച്ച് മണനാക്ക്, ഏലാപ്പുറം, പെരുങ്കുളം, മണമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. ഈ പിന്നിലേക്കുള്ള റോഡ് നമ്മുടെ തെനവിള, കടയ്ക്കാവൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയുന്ന റോഡാണ്. സോ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഇതുപോലൊരു ഹൈമാസ്ക് ലൈറ്റ് പ്രവർത്തന സജ്ജമാവാണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹൈമാസ്ക് ലൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള വാർഡ് മെമ്പറാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വാർഡിനകത്തുനിന്ന് ഈ ജംഗ്ഷനെ തിരിച്ച് വീണ്ടും പ്രകാശപൂരിതമാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഹൈമാസ്ക് ലൈറ്റ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്ന തരത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്തി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.